മാഷാ അല്ലാഹ്. നല്ല വിളവെടുപ്പ് തരുന്ന ഈത്തപ്പനമരം കേട്ടോ. കുറഞ്ഞതൊരു 10 കൊലകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതേപോലെ ചില തെങ്ങുകളല്ല നിറച്ചും കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ്. മാഷാ അല്ലാഹ്, എന്ത് രസലാ കാണാൻ തന്നെ. ഈ കുഞ്ഞു മരത്തുമ്പോൾ ഒരുപാട് കൊലകൾ കാണാൻ തന്നെ എന്ത് രസം. ചിലത് പഴുത്ത് വരുന്നുണ്ട്, ചിലതെല്ലാം പഴുത്ത് വരുന്നു. കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിലമൊന്നും വൃത്തികേടായിട്ടില്ല. വേസ്റ്റ് ചുങ്ങിപ്പോയതെല്ലാം കവറിലാണുള്ളത്. ഇത് ആ കവറിലുള്ളതെല്ലാം കേട്ട് വന്ന് ശരിക്കും ആവാത്തതാവും. മാഷാ അല്ലാഹ്, തൊട്ടപ്പുറത്ത് വലിയൊരു മരം അതിന്മേലുണ്ട്, പക്ഷെ അത്രത്തോളം ഇല്ല. ഇവന് പിന്നെ എങ്ങനെ കൊലക്കൊന്ന് പഠിച്ചു വരുന്നുള്ളൂ. ഇവര് 3 കൊലകളുണ്ട്, പഴുത്ത് വരുന്ന 3 കൊലകള് കുറേ ഉണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങളിത് കണ്ടുക, നാരങ്ങ നിറച്ചും കായ്ച്ചു നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കിളിക്കൂട്. അയ്യോ, കിളിയൊന്നും കാണില്ല കേട്ടോ, ചിലപ്പോൾ പുറത്ത് പോയതാവും, രാത്രിയാവും വരിക. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ നിറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയതെല്ലാം അറുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ചെറുത് മാത്രമേ ഉള്ളൂ. ചെറുത് മാത്രം നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇത്ര നാരങ്ങ കണ്ടിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്. ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ കുറേ അറുത്തുകൊണ്ടുപോയി. വെള്ളം തട്ടിയിട്ടും കണ്ടില്ല, ചൂടുകൊണ്ട് ഇലകളെല്ലാം കരിഞ്ഞു പോകുന്നു. അമ്മാതിരി വെയിലാണ്. ഇതിമെല്ലാം ഉണ്ട് ചെറുത് ചെറുത്, വലുതെല്ലാം അറുത്തുകൊണ്ടുപോയി. ഞാൻ നിങ്ങൾക്ക് വേറെ രസം കാണിച്ചു തരട്ടെ. ഇവിടെയൊക്കെ കുറച്ച് വലിയത് കാണുന്നുണ്ട്, ഉള്ളിൽ കുറച്ച് പഴുത്ത് നിൽക്കുന്നു. ഇന്നലെ അൽമീരയിൽ പോയപ്പോൾ ഇവിടുത്തെ നാരങ്ങ കണ്ടു, കിലോ 10 റിയാല്, ഖത്തറിൻ്റെ നാരങ്ങ. നിങ്ങൾ ഇത്രയും ചെറിയ ഈത്തപ്പഴം മറ്റുമ്പോൾ ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുന്നുണ്ടോ? നല്ല വലിയ ഈത്തപ്പഴം. എല്ലാറ്റിനും കവറിട്ട് കൊടുത്തിട്ടുണ്ട്. കവർ എന്തിനാ വെച്ചാൽ കിളി കൊത്തി കൊണ്ടുപോകണീനും, പിന്നെ കിളികളെ ഉപദ്രവം, പിന്നെ നല്ല വെയിലടിക്കുമ്പോൾ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിളവെടുക്കുമ്പോൾ സുഖമായിട്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കവറിട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലിയ ഈത്തപ്പഴം കേട്ടോ. ഇത്രയും ചെറിയ മരത്തുമ്പോൾ ഇങ്ങനെ കൊലായിട്ട് തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഇതിനെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഈത്തപ്പഴന്മാരുണ്ട്, അതിന് ഒരുപാട്, പക്ഷെ ഇത്രയും പോരാ. പക്ഷെ അതേപോലെ ഒരു മരമാണ് ഇത്, അത് കായ്ച്ചിട്ടില്ല. ഇവിടെ കണ്ട, ഇവിടെ അത്ര കൊലല്ലേ, 2 കൊലം മാത്രമേ കാണുള്ളൂ. അത്ര വലിപ്പമുള്ളൊരു മരമാണ്. പക്ഷെ ഇതെല്ലാം പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ചിലതെല്ലാം പഴുത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവെടുക്കാനായി. ഇതെല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഓരോ തണ്ടിലും ഓരോരോ കൊലയിലും ഒരു 4-5 കിലോ കാണണം. ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് ഒരു കിലോക്ക് ഇവിടെ 30 റിയാലോളം ഉണ്ട് ഇതിന്. ഇവിടെയൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പഴുത്ത് വരുന്നുണ്ട്. കുറച്ച് വലിയ തരം ഈത്തപ്പഴമാണ്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ ചെറിയൊരു മോഡലാണ് കേട്ടോ. കുറച്ച് നീളമുള്ളൊരു ഐറ്റം. ഇതിന് ഓരോരോ ഈത്തപ്പഴത്തിനും ഓരോരോ വ്യത്യസ്ത പേരുകളൊക്കെ ഉണ്ട്, പല ഐറ്റം ഉണ്ട്. അച്ചുവ അങ്ങനെ പറഞ്ഞു കണ്ടുള്ള കുറേ പേരുകളൊക്കെ ഉണ്ട്, നമുക്കിത് അറിയില്ല. ഇതെല്ലാം ഒരു വിധം പഴുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ മരമാണ്. ഇത് അതിനേക്കാളും കൂടുതൽ കായ്കളുണ്ട്, ചുറ്റുഭാഗം കായ്കളുണ്ട്, കൊലകളുണ്ട്. ഈ കവറിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വിളവെടുക്കാനും സുഖമാണ്, പെട്ടെന്ന് അറുത്ത് കൊണ്ടുപോകാൻ പറ്റും. കിളികൾ കൊത്തി കൊണ്ടുപോകില്ല. പിന്നെ വേറെ വന്നുങ്ങാണ്ട് കിളികൾ ഇത് വൃത്തികേടാക്കൂല. പൊടി കാര്യങ്ങളൊന്നും അത്രത്തോളം ഉണ്ടാവില്ല. രസം കേട്ടോ. ഇത് കണ്ട, ഇത് തൊട്ടടുത്ത് തന്നെ ഇതിന് ഒരുപാട് നാരങ്ങ ഉണ്ട്. ഇതിന് അത്ര അറുത്ത് കൊണ്ടുപോയിട്ടില്ല. ഇത് വേറൊരു മരമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, നല്ല ഡിസൈനില്, കുറച്ചുകൂടെ വൃത്തിയിലാണ്.
നല്ല നിലയിൽ സംരക്ഷിക്കുന്ന മരങ്ങളാണ്. നന്നായിട്ട് വെള്ളം കൊടുത്ത് നല്ല പ്രൂൺ ചെയ്ത് വളം കൊടുത്ത് ഒക്കെ നോക്കണ മരങ്ങളാണ് ഈ സൈഡിലെല്ലാം. ഇതെനിക്ക് തോന്നുന്നത് സംരക്ഷിക്കുന്നത് ഇപ്പുറത്തെ ഒരു വീട്ടുകാരുണ്ട്, അവരുതാവണം. നമ്മൾ നല്ല കർമ്മത്തെല്ലാം ഇതായിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണില്ല. കർമ്മത്തിയാണോ കർമ്മൂസയാണോ ഇത് പോയിട്ടുണ്ട് മരം. ഇത് കുറച്ചും കൂടെ വലിയ മരമാണ്. ഇതൊരു ചെറിയ ടൈപ്പ് ഈത്തപ്പഴം അല്ല, ഒരുവിധം എല്ലാ ടൈപ്പ് ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. വലിയത് ചെറുതെല്ലാം കാണുന്നുണ്ട്. ഇതാണ് എനിക്ക് നന്നായിട്ടൊരു അത്ഭുതമായിട്ട് തോന്നിയത്. അങ്ങനെ ചെറിയ മരത്തുമ്മ ഇത്രയും കൊലായിട്ട് കഴിച്ചിരിക്കുന്ന കായ്കൾ. ഈ ഭാഗത്തേക്കൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നാരങ്ങ മരങ്ങളാണ്, ചെറുനാരങ്ങ. ഖത്തറിൽ ഇതേപോലുള്ള ബോക്സ് പല സ്ഥലത്തായിട്ട് കാണട്ടോ. ഇത് ഖത്തർ ക്യാൻസർ സൊസൈറ്റിയുടെ ബോക്സാണ്. അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ്, ബാഗ്, ഷൂ, ക്ലോത്ത് ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ്. ഇതിങ്ങനെ തുറക്കുക, നിങ്ങളെ സഹായങ്ങൾ കവറിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. മുമ്പേ ഞാൻ ഇതിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഖത്തർ ചാരിറ്റിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ അത് വേറെ ഖത്തർ ക്യാൻസർ സൊസൈറ്റിൻ്റെ ഒരു ബോക്സാണ്. ടൈമി കഫ്റ്റീരിയ, അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടു. 4 വേർപ്പ് പൊടിയാണ് കണ്ടോ, ഹ്യൂമിഡിറ്റി. ഖത്തർ വോളിബോൾ അസോസിയേഷൻ കളി നടക്കുന്നുണ്ട് അവിടെ. മോനെ ചായ കലാലോലം നമ്മളാദ്യം കണ്ടതും. ഓ, നല്ല ക്വാണ്ടിറ്റിയുള്ള ചായ കേട്ടോ, ഒരുപാടുണ്ട്. ഇത്ര ചായ വേണ്ടായിരുന്നു. പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മുൻപും പ്രതിസന്ധി ഉണ്ടായിരുന്നു, അന്ന് സർക്കാർ പരിഹരിച്ചിരുന്നു. ഒരുപക്ഷെ ആ സർക്കാരിന്റെ അനുഭവ പരിചയം കൊണ്ടാകാം, പക്ഷെ അത്രത്തോളം അനുഭവ പരിചയം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത്. ശ്രീ പി മനോജ്.
നമ്മള് ഒരു 3 മാസം മുമ്പ് ഒന്ന് പുറകോട്ടെടുത്ത് നോക്കൂ. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളില് കേരളത്തില് റെക്കോർഡ് ചൂടായിരുന്നു. ആ സമയത്ത് ഈ നമ്മുടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ വരുമ്പോ പീക്ക് സമയത്ത്, പീക്ക് അവർ എന്നാ പറയാ, ആ സമയത്ത് ചില വൈദ്യുതിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു. അതിന്റെ ഭാഗമായിട്ട് 5-10 മിനിറ്റ് വൈദ്യുതി ചില ഭാഗങ്ങളിൽ നീക്കിക്കാൻ നിർബന്ധിതമായി. അത് അന്നത്തെ വലിയ രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. 10 വർഷം ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതെ ഭരിച്ച ഗവൺമെന്റാണ്. അതായത് 2016 മുതൽ 2021 വരെ ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഇരുണ്ട കാലം അത് തിരിണ്ടിരിക്കുന്നു എന്നാണ് അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പറഞ്ഞത്. എന്നാൽ അതിനനുസരിച്ചോട് മാത്രമായിട്ട് മഴ പെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഈ കാച്ച്മെന്റ് ഏരിയ ഒഴിവാക്കിക്കൊണ്ട് പെയ്യുന്നൊരു മഴ കേരളത്തിലില്ലല്ലോ. സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ വൈദ്യുതി പദ്ധതികൾ പ്രവർത്തിപ്പിക്കുന്ന എല്ലാ റിസർവോയറുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന അവസ്ഥ, ഉപഭോഗം കുറഞ്ഞ അവസ്ഥ, കൂടുതൽ സ്രോതസ്സുകളുള്ള അവസ്ഥ, ഈ അവസ്ഥയിൽ ഇപ്പൊ കൈമലർത്തി എല്ലിനോ എന്ന് പറഞ്ഞ് പണ്ട് അഴിമതി ആഗോള പ്രതിബദ്ധമാണ് എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു. ഏതാണ്ട് സമാനമായ ഒരു വർത്തമാനമാണ് ഇപ്പൊ എല്ലിനോയുടെ തലയിൽ വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണം വെച്ചുകെട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ 96 മുതൽ ഈ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഡിസ്മാനേജ്മെന്റിന്റെ, അതായത് വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കണം, ഉപഭോഗം എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തതിന്റെയോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തതിന്റെയോ അറിഞ്ഞിട്ടും പ്രയോഗിക്കാത്തതിന്റെയോ ഫലമാണ് ഈ. എന്റെ നാട്ടിലിപ്പോ പവർ കട്ട് തുടങ്ങി തോന്നുന്നു അല്ലെ, നല്ല രീതിയിൽ പവർ കട്ട്. അതായിരുന്നു ഇന്നത്തെ റേഡിയോയിലെ ചർച്ച. പക്ഷെ നാട്ടില് മഴ കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാവും പവർ കട്ട്. അല്ലാണ്ട് എങ്ങനെ? ശരിയാണ് റേഡിയോയിൽ പറഞ്ഞത്. ഒരുപാട് പല സ്ഥലത്തും പല ബിൽഡിങ്ങിന്റെ മുകളിലും സോളാർ പാനലും അതും ഇതൊക്കെ ആയിട്ട് പലരും കറണ്ടിന് ഇത് വേണ്ട, അവർക്ക് ഇലക്ട്രിസിറ്റി വേണ്ട, ബോർഡിന്റെ ഇലക്ട്രിസിറ്റി വേണ്ട, എന്നിട്ട് പോലും പവർ കട്ട്. ഇതെന്തൊരു നാട്, എങ്ങോട്ട് പോണ്?